ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. നമ്മൾ ജൂൺ 1 മുതൽ സ്കൂൾ തുറക്കേണ്ടതായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാധിച്ചില്ല. ഇനി എന്നാണ് ക്ലാസ്സുകൾ പുനരാരംഭിക്കാൻ കഴിയുക എന്നതും ഒരു നിശ്ചയമില്ല. എന്തായാലും ജൂലൈ ഓഗസ്റ്റ് മാസം ആയിരിക്കും മിക്കവാറും ക്ലാസ്സുകൾ ഭാഗികമായെങ്കിലും തുടങ്ങുക. അപ്പം അത്രയും കാലം നമ്മൾ സബ്ജക്റ്റുമായിട്ടൊരു ബന്ധമില്ലാതിരുന്നാൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച പല കാര്യങ്ങൾ പോലും മറന്നു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പഠന ഭാഗങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ഒരു തീരുമാനം എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് വിക്ടേഴ്സ് ചാനലിൽ ആഴ്ചയിൽ 1-2 ദിവസം എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ആ ക്ലാസ്സുകൾ പോകുന്നുണ്ടായിരിക്കുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയാകണമെന്നില്ല. ക്ലാസ്സുകൾ മോശമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓരോ അധ്യാപകരും ക്ലാസ്സിലെടുക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പല കാര്യങ്ങളുടെ തുടർച്ചയും എനിക്ക് ഈ വർഷം പറയേണ്ടതുണ്ട്. ചിലപ്പോൾ വിക്ടേഴ്സ് ചാനലിൽ വരുന്ന ക്ലാസ്സുകളിൽ അതുമാത്രമാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ തുടർച്ച നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയറിൽ സബ്ജക്റ്റ് ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ വീഡിയോ ഉപയോഗിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ആകുമ്പോൾ സൈസ് കൂടുതൽ എടുക്കും. അപ്പോൾ ഡാറ്റ കൂടുതൽ വേണ്ടി വരും എന്നതുകൊണ്ടൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വർഷം നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ, ആദ്യം വരുന്ന ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളോട് പല പ്രാവശ്യം പറയുന്ന ഒരു കാര്യം വീണ്ടും ഈ വർഷം ഞാൻ ഒന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റ് വിഷയങ്ങളിൽ എന്നീ വിഷയങ്ങളിൽ ഏറ്റവും എളുപ്പം കമ്പ്യൂട്ടർ സയൻസാണ്. കാരണം ഒന്ന്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്ന അനുഭവിക്കുന്ന പല കാര്യങ്ങളും കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്ററുകളിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കാൻ കൂടുതൽ രസകരവുമാണ്. ഇൻ്റർനെറ്റിനെ കുറിച്ചും വെബ്സൈറ്റുകളെ കുറിച്ചും എല്ലാം, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ വർഷം പഠിക്കുന്നുണ്ട്. പിന്നെ ലാംഗ്വേജുകളിൽ പ്രധാനമായിട്ടും വരുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി വെച്ച C++, അതിൻ്റെ തുടർച്ച 3 ചാപ്റ്ററുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ കഴിയും. അതിനുശേഷം വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ ലാംഗ്വേജുകൾ, അതിൽ വരുന്നത് ജാവാസ്ക്രിപ്റ്റ്, PHP തുടങ്ങിയ ലാംഗ്വേജുകൾ, HTML, ഇത്രയും ലാംഗ്വേജുകൾ ഈ വർഷം വരുന്നുണ്ട്. അതുകൂടാതെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഡാറ്റാബേസിൽ വാല്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനുമൊക്കെ SQL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്, അതും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ധാരാളം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ധാരാളം കണ്ടന്റ് കൂടുതലാണ്. അതായത് C++ ഉണ്ട്, HTML, ജാവാസ്ക്രിപ്റ്റ്, PHP, SQL, ഇത്രയും വിഷയങ്ങളാണ് വരുന്നത്. പക്ഷെ എല്ലാം പ്രിലിമിനറി ആയിട്ടുള്ള, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്
ഇതിലൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയല്ല. ഫസ്റ്റ് ചാപ്റ്റർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നാണ്. എന്താണ് സ്ട്രക്ചർ എന്നുള്ളത് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒന്നാമതായി, നമ്മൾ C++ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് പല ഡാറ്റകളും സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. ഏറ്റവും എളുപ്പത്തിൽ ഒരു പ്രോഗ്രാം, നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ പ്രോഗ്രാം, വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതിയ ആദ്യത്തെ പ്രോഗ്രാം സം കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 സംഖ്യകളുടെ സം കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ ആദ്യം ചെയ്തത്. ആ സം കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമിൽ, 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാമിൽ ആദ്യം 2 സംഖ്യകൾ നമ്മൾ പ്രോഗ്രാമിലേക്ക് നൽകണം. ആ സംഖ്യകൾ പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ തുക കണ്ടുപിടിച്ചതിന് ശേഷം ആ തുക തിരികെ നമ്മളിലേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കഴിഞ്ഞ വർഷത്തേക്ക് ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ വിലകൾ സ്റ്റോർ ചെയ്യുന്നത്? അതായത് പ്രോഗ്രാമിൽ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറിയെയാണ്, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറിയെയാണ് വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വേരിയബിൾ ഡിക്ലറേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഒന്ന്, ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ എന്നുള്ളത് അറിയണം. രണ്ടാമത്തെ കാര്യം, ആ വേരിയബിളിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കേണ്ടതാണ്. എങ്ങനെയായിരുന്നു നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തത് ഒരു പ്രോഗ്രാമിൽ? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ആദ്യം ഡാറ്റ ടൈപ്പ് എഴുതണം. ഇന്റ് ആണെങ്കിൽ ഇന്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് നമ്മൾ എഴുതുന്നു. അതിനുശേഷം വേരിയബിളിന്റെ പേര്. ഇപ്പോൾ ഫസ്റ്റ് എന്നാണ് വേരിയബിളിന്റെ പേരെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്ന പേര് നമ്മൾ നൽകുന്നു. നിങ്ങൾക്കറിയാം, വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ കുറേ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ വർഷത്തെ പരീക്ഷയ്ക്ക് അത് വന്നതാണ്. ഒരു വേരിയബിൾ പേര് കൊടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒരു വേരിയബിളിന്റെ തുടക്കത്തിലെ ക്യാരക്ടർ എല്ലായ്പ്പോഴും ഒരു ആൽഫബറ്റ് ആയിരിക്കണം. പിന്നെ പേരിന്റെ ഇടയിൽ സ്പേസുകൾ ഉണ്ടാകാൻ പാടില്ല. കീവേഡുകളെ വേരിയബിൾ നെയിമായി കൊടുക്കാൻ പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടറുകളിൽ അണ്ടർസ്കോർ ഒഴികെ ബാക്കിയുള്ള ക്യാരക്ടറുകളൊന്നും പേരിനോടൊപ്പം ചേർക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ വേരിയബിളുകൾക്ക് നൽകാവുന്നതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ പഠിച്ചിട്ടുണ്ട്, ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വേരിയബിളുകൾ അത് ന്യൂമോണിക് നെയിംസ് ആയിരിക്കണം. എന്താ ന്യൂമോണിക് നെയിംസ് എന്ന് പറഞ്ഞാൽ? ആ പ്രോഗ്രാമുമായി ബന്ധമുള്ള വാക്കുകൾ വേണം വേരിയബിളിന് പേരായി നൽകേണ്ടത്. ഉദാഹരണം, ഇവിടെ നമ്മൾ 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ആ ഒന്നാമത്തെ വില സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ചു. രണ്ടാമത്തെ വില സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സെക്കൻഡ് എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കാം. തുക സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് സം എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഏതൊരു സ്റ്റേറ്റ്മെന്റിന്റെയും അവസാനം ആ സ്റ്റേറ്റ്മെന്റ് അവസാനിച്ചു എന്നറിയാൻ വേണ്ടി നമ്മൾ സെമികോളൻ ഇടാറുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് മെമ്മറിയിൽ സംഭവിക്കുക? മെമ്മറിയിൽ ഫസ്റ്റ് എന്ന് പേരുള്ള ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ആവും. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ റാമില് ഒരു മെമ്മറി റിസർവ് ചെയ്തു വെക്കും. ആർക്ക് വേണ്ടി? ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി
ഒരു മെമ്മറി റിസർവ് ചെയ്തു വയ്ക്കും. പിന്നീട് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വിലകൾ റാമില് ഫസ്റ്റ് എന്ന് പേര് നൽകിയ ഭാഗത്താണ് സ്റ്റോർ ചെയ്യുക. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നാം റാമില് എത്ര ഭാഗമാണ് ഈ വേരിയബിളിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത്. അത് ഏതിനെ ആശ്രയിച്ചിരിക്കും? നമ്മുടെ വേരിയബിളിന്റെ പേരിന് മുമ്പ് ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നുണ്ട്. ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഡാറ്റ ടൈപ്പുകൾ ബേസിക് ഡാറ്റ ടൈപ്സ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. ബേസിക് ഡാറ്റ ടൈപ്സിലാണ് ഇന്റ് എന്ന് പറയുന്നത് വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് മറിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഓരോ ഡാറ്റ ടൈപ്പിനും അനുവദിച്ചിട്ടുള്ള ഒരു മെമ്മറി ഉണ്ട്. ഗീനി എന്ന് പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന കമ്പൈലറിൽ ഇന്റ് ഡാറ്റ ടൈപ്പിന് വേണ്ടി നൽകുന്നത് 4 ബൈറ്റ് മെമ്മറിയാണ്. അപ്പോൾ നമ്മുടെ റാമിലെ 4 ബൈറ്റുകൾ ആർക്ക് വേണ്ടി റിസർവ് ചെയ്തു വയ്ക്കും? 4 ബൈറ്റുകൾ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി 4 ബൈറ്റുകൾ റിസർവ് ചെയ്തു വയ്ക്കും. ഈ ഭാഗത്തേക്കാണ് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് വിലയാണോ നൽകുന്നത് ആ വില സ്റ്റോർ ചെയ്യുന്നത് റാമിലെ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലെ ഈ 4 ബൈറ്റുകളിലായിട്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇപ്പോൾ പറയുന്നു എന്ന് മാത്രം. ഇനി നിങ്ങൾക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ റാമില് മെമ്മറിയില് ഓരോ ബൈറ്റിനും ഒരു അഡ്രസ് ഉണ്ട്. ഓരോ ബൈറ്റിനും അഡ്രസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഫോർ എക്സാമ്പിൾ ഇത് 1000 ആണ് ആദ്യത്തെ ബൈറ്റിന്റെ അഡ്രസ് എന്നുണ്ടെങ്കിൽ അടുത്ത ബൈറ്റിന്റെ 1001, 1002, 1003. അപ്പൊ ഈ 4 ബൈറ്റുകളാണ് ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി മാറ്റിവെക്കുന്നത്. പക്ഷെ ഒരു വേരിയബിളിന്റെ അഡ്രസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ 4 ബൈറ്റുകളുടെ അഡ്രസ്സും നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ വേരിയബിളിന്റെ ആദ്യത്തെ ബൈറ്റിന്റെ അഡ്രസ്സിനെയാണ് ഈ ടോട്ടൽ വേരിയബിളിന്റെ അഡ്രസ് ആയിട്ട് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എൽ വാല്യൂ എന്ന് പറയാം. ഒരു വേരിയബിളിന്റെ ആ വേരിയബിളിന്റെ ആദ്യത്തെ ബൈറ്റിന്റെ അഡ്രസ്സിനെ പറയുന്ന പേരാണ് എൽ വാല്യൂ എന്ന് പറയും. ഇനി നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുക കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ സംഖ്യ, ഉദാഹരണത്തിന് 10 എന്നുള്ളൊരു വിലയാണ് നമ്മൾ ആ വേരിയബിളിലേക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 10 എന്നുള്ള വില ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ഇങ്ങനെ ഒരു വേരിയബിളിലേക്ക് നമ്മൾ നൽകുന്ന വിലയെയാണ് ആർ വാല്യൂ എന്ന് പറയുക. അപ്പോൾ ഒരു വേരിയബിളിന്റെ 2 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഒരു വേരിയബിളിന്റെ എത്ര ബൈറ്റുകളാണോ ഉപയോഗിക്കുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് ബൈറ്റിന്റെ അഡ്രസ്സിനെ എൽ വാല്യൂ എന്നും ആ വേരിയബിളിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വിലയെ ആർ വാല്യൂ എന്നും പറയുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എൽ വാല്യൂ, എന്താണ് ആർ വാല്യൂ? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഇനി വേരിയബിളിന്റെ ചില പ്രത്യേകതകൾ. വേരിയബിൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ ഫിസിക്സിലും മാത്സിലും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് വേരിയബിൾ എന്നുള്ള വാക്ക്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആദ്യത്തെ പ്രാവശ്യം നമ്മൾ 10 എന്നുള്ള വില കൊടുത്തു, 10 സ്റ്റോർ ചെയ്യും. അടുത്ത തവണ ഇതേ പ്രോഗ്രാം തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യത്തെ വില 100 ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ 10 എന്നുള്ള വാല്യൂവിന് പകരം 100 എന്നുള്ള വില ഇതിലേക്ക് സ്റ്റോർ ആവും. അതായത് ആദ്യം നൽകിയ വില ഇറൈസ് ചെയ്ത് അതിന് പകരം നമ്മൾ കൊടുക്കുന്ന പുതിയ വില വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് ഒരു വേരിയബിളിന്റെ പ്രത്യേകത. എന്താണ് അപ്പോൾ വേരിയബിളിന്റെ പ്രത്യേകത? എന്താണ്? വേരിയബിളിൽ
ഒരു സമയത്ത് ഒരു വില മാത്രമേ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ കഴിയൂ. അടുത്ത വില, പുതിയ വില നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? അതിലുണ്ടായിരുന്ന ആദ്യത്തെ വില റീപ്ലേസ് ചെയ്ത് പുതിയ വില അതിലേക്ക് സ്റ്റോർ ചെയ്യും. ഇങ്ങനെ ഓരോ തവണ നമ്മൾ വേരിയബിളിലേക്ക് വില കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും പഴയ വില മാറി പുതിയ വില വേരിയബിളിലേക്ക് സ്റ്റോർ ആവുകയാണ് ചെയ്യുക. ഇതാണ് വേരിയബിളിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഇതുകൊണ്ടുള്ള ഒരു ദോഷം എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കൊരു വലിയൊരു പ്രോഗ്രാം എഴുതണം. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ 50 കുട്ടികളുണ്ട്. ഈ 50 കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ കിട്ടിയ ഏവറേജ് മാർക്ക് കണ്ടുപിടിക്കണം. ഏവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ എന്താ? 50 കുട്ടികളുടെയും മാർക്ക് ആഡ് ചെയ്ത് അതിനെ 50 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിൽ എത്ര വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും? ആദ്യമായി 50 കുട്ടികളുടെ കമ്പ്യൂട്ടർ സയൻസിന് കിട്ടിയ മാർക്കുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി 50 വേരിയബിൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സം കണ്ടുപിടിക്കണം, ഏവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് മൊത്തം 52 വേരിയബിൾസ് ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാം കോഡ് വളരെ ലെങ്തി ആയി മാറും. അപ്പൊ ഇതിന് ഒരു പരിഹാരം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ വിലകൾ തുടർച്ചയായിട്ടുള്ള മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഒരേ ഡാറ്റ ടൈപ്പോട് കൂടിയ നിരവധി വിലകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് അറേ എന്ന് പറയും. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, പലർക്കും അത് ഓർമ്മയുണ്ടായിരിക്കും. അറേ. അപ്പോൾ ഒരു വേരിയബിളും അറേയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വേരിയബിളില് ഒരു വില മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയൂ. എന്നാൽ ഒരു അറേയിൽ ഒരേ ഡാറ്റ ടൈപ്പിലുള്ള എത്ര വിലകൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഈ വർഷം മാർച്ച് പരീക്ഷയ്ക്ക് ഇതും ഒരു ചോദ്യമായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു അറേയും ഒരു വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം, വേരിയബിളില് അറ്റ് എ ടൈം ഒരു നിശ്ചിത സമയത്ത് ഒരു വില മാത്രമേ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ കഴിയൂ. എന്നാൽ അറേയുടെ പ്രത്യേകത, ഒരേ ഡാറ്റ ടൈപ്പിലുള്ള അനവധി വിലകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഡിക്ലറേഷൻ എങ്ങനെയാ വരിക? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. അറേസ് എന്നുള്ള ഭാഗം ഒന്ന് ഓർത്തെടുക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്ന, നമ്മൾ ഈ വർഷം പഠിക്കാനുള്ള സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ക്ലാസ്സിൽ ഭംഗിയായിട്ട് എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോ അറേയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഒരേ ഡാറ്റ ടൈപ്പിലുള്ള അനവധി വിലകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് അറേ. എങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുക? അറേ ഡിക്ലെയർ ചെയ്യുന്നത്, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുക്കണം, അറേയുടെ പേര്, അറേക്ക് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വേരിയബിളിന് പേര് കൊടുത്ത പോലെ തന്നെ അറേക്ക് ഒരു പേര് കൊടുക്കണം. കൂടുതലായിട്ട് വരുന്നത് അറേക്ക് ഒരു സൈസ് കൂടി കൊടുക്കണം എന്നുള്ളതാണ്. ഒരു വേരിയബിൾ ഡിക്ലറേഷനും ഒരു അറേ ഡിക്ലറേഷനും തമ്മിലുള്ള വ്യത്യാസം, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ടൈപ്പ് വേരിയബിളിന്റെ പേര് മാത്രം മതി. ഇവിടെ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ടൈപ്പ് കൊടുക്കണം, അറേയുടെ പേര് കൊടുക്കണം, സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ സൈസ് കൊടുക്കണം. അപ്പൊ സൈസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? സൈസ് കൊടുക്കുന്ന സമയത്ത് അത്രയും സ്പേസ് മെമ്മറിയിൽ റിസർവ് ചെയ്തു വയ്ക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള, നേരത്തെ നമ്മൾ ഒരു വേരിയബിളിന് വേണ്ടി നമ്മൾക്ക് 4 ബൈറ്റ് റിസർവ് ചെയ്തതുപോലെ ഇത്തരത്തിലുള്ള 50
സ്പേസുകൾ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനർത്ഥം 50 വ്യത്യസ്ത വിലകൾ നമുക്ക് ഈ അറയിലേക്ക് സ്റ്റോർ ചെയ്യാം. പക്ഷെ അവയുടെ എല്ലാം ഡാറ്റ ടൈപ്പ് ഒരേപോലെയുള്ളതായിരിക്കണം. അതാണ് പ്രത്യേകത, അറയുടെ പ്രത്യേകത ഇതാണ്. അപ്പൊ അറയും വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേരിയബിളിൽ ഒരു വില മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയൂ. എന്നാൽ അറയിൽ ഒരേ ഡാറ്റ ടൈപ്പോട് കൂടിയ അനവധി വിലകൾ, നമുക്ക് ഇഷ്ടമുള്ള സൈസ് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ 50 എന്നുള്ളതിന് പകരം 500 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പേസ് മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യും. അത് എത്ര വേണിച്ചാലും 50,000 ആണെങ്കിലും 5 lakhs ആണെങ്കിലും എത്ര സ്പേസ് കൊടുത്താലും കമ്പ്യൂട്ടറിന്റെ റാമിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇവിടെ നമ്മൾ വേരിയബിൾ പഠിച്ചു, ഇവിടെ നമ്മൾ അറേ പഠിച്ചു. ഇവിടെ വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള വിലകൾ സ്റ്റോർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള വിലകൾ, അവിടെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ പ്രാധാന്യം. ഒരു വില മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വേരിയബിൾ ഉപയോഗിക്കാം. ഒരേ ഡാറ്റ ടൈപ്പിലുള്ള നിരവധി വിലകൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേ ഉപയോഗിക്കാം. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള അനവധി വിലകൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ചിലർക്ക് ആ ചോദ്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, മറ്റു ചിലർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഉദാഹരണം, എനിക്ക് അഡ്രസ് എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റോർ ചെയ്യണം. ഒരു വ്യക്തിയുടെ അഡ്രസ് സ്റ്റോർ ചെയ്യണം. അഡ്രസ് സ്റ്റോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡ്രസ്സിൽ വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലത്തെ അഡ്രസ്സ് പറയുമ്പോൾ ആളുടെ പേര് വേണം, ഹൗസ് നെയിം ഉണ്ടായിരിക്കും, പിന്നെ പിൻകോഡ് ഉണ്ടായിരിക്കും, ചിലപ്പോഴൊക്കെ നമ്മൾ ഫോൺ നമ്പറും കൊടുക്കാറുണ്ട്. അപ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്നതിൽ ഒരേ ഡാറ്റ ടൈപ്പിലുള്ള വിലകളല്ല. നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ അറേ ഉപയോഗിക്കണം, ഹൗസ് നെയിമിനും നമുക്ക് ക്യാരക്ടർ അറേ ഉപയോഗിക്കണം, പിൻകോഡിന് നമുക്ക് ഇൻഡ് ഡാറ്റ ടൈപ്പിലുള്ള ഏതെങ്കിലും ഒരു വേരിയബിളാണ് ഉപയോഗിക്കേണ്ടത്, ഫോൺ നമ്പറിനും അതുപോലെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള വ്യത്യസ്ത വിലകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ട്രക്ചറിൻ്റെ ഡിക്ലറേഷനും സ്ട്രക്ചറിലേക്ക് വിലകൾ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നും പ്രോഗ്രാമിൽ എങ്ങനെയാണ് സ്ട്രക്ചറുകൾ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ട്രക്ചറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ ക്ലാസ്സിലെടുത്ത വേരിയബിൾസിനെ കുറിച്ചും അറേനെ കുറിച്ചും ഒന്ന് ഇന്ന് തന്നെ കഴിഞ്ഞ വർഷത്തെ +1 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. എന്താണ് വേരിയബിൾ എന്നുള്ളതും എന്താണ് അറേ എന്നുള്ളതും. അതിനുശേഷം നമുക്ക് ഈ വർഷത്തെ 1ാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നുള്ള ഭാഗത്തേക്ക് കടക്കാം. എല്ലാവർക്കും ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി എൻ്റെ ക്ലാസ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത ക്ലാസ്സിൽ സ്ട്രക്ചർ എന്നുള്ള ഭാഗത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമസ്കാരം.